വഴിയിലേക്ക് എത്തി. എന്നാലും ആ എയർപോർട്ട് കോമ്പൗണ്ടിന്റെ സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വാഹനം. ഇപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് അല്പസമയത്തിനകം തന്നെ ആ കവാടം കടന്ന് സുരേഷ് ഗോപിയുടെ വാഹനം എത്തും. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട്. ഡാൻ എത്താൻ പോകുന്നു ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക്, അല്പസമയത്തിനകം തന്നെ എത്തും. ഏത് ഫ്ലൈറ്റ് ആണ്, എത്ര മണിക്കാണ് അവിടെ ഡൽഹിയിൽ എക്സ്പെക്റ്റഡ് ലാൻഡിംഗ്? എൽദോ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വാഭാവികമായും 3 മണിക്ക് മുമ്പോ അല്ലെങ്കിൽ 4 മണിയോടെയോ അവിടേക്ക് എത്തുന്ന തരത്തിലായിരിക്കാം കാര്യങ്ങൾ. എന്തായാലും അദ്ദേഹം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഭാഗങ്ങൾ കടന്ന് ഇവിടേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനം നമ്മളിപ്പോൾ നിൽക്കുന്ന വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിന് സമീപത്ത് എത്തിച്ചേരും എന്ന് തന്നെയാണ് വിവരം. എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിനും ചായ സൽക്കാരത്തിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായി കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിയുടെ 3ാം ഇന്നിംഗ്സിൽ നരേന്ദ്രമോദിക്കൊപ്പം ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അദ്ദേഹം കൃത്യമായി ആ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ സുരേഷ് ഗോപിയും ഇടം പിടിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം ദക്ഷിണേന്ത്യയിലെ ഒരു മുഖമായി, അല്ലെങ്കിൽ കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ മുഖമായി സുരേഷ് ഗോപിയെ കേന്ദ്ര ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താനുള്ള നിർണായകമായ സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബിജെപിയുടെ ദേശീയ നേതൃത്വം പങ്കുവച്ചതാണ്. അതിന്റെ സൂചനകളുടെ ആക്കം കൂട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി കുടുംബസമേതം ഡൽഹിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. 12:30 തന്നെ സുരേഷ് ഗോപിയുടെ വാഹനവ്യൂഹം അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പോലീസിന്റെ അകമ്പടിയോടെ സുരേഷ് ഗോപി ഡൊമസ്റ്റിക് എയർപോർട്ടിനുള്ളിലേക്ക് കടന്നുവരുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാഹനം പോലീസ് അകമ്പടിയോടെ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ആഭ്യന്തര ടെർമിനലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സുരേഷ് ഗോപി കുടുംബസമേതം വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ആദ്യഘട്ട പ്രതികരണങ്ങളിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം കൃത്യമായി മന്ത്രിസഭയിലേക്ക് ഇടം പിടിക്കുന്ന തരത്തിലുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു. എന്തായാലും അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയും അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയവരെയും കണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് സ്വാഭാവികമായി സുരേഷ് ഗോപി വിമാനത്താവളത്തിനുള്ളിലേക്ക് കടന്നുവരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് അദ്ദേഹം ഇനി തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത്. കുടുംബാംഗങ്ങളടക്കം അദ്ദേഹത്തോട് ഒപ്പമുണ്ട്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളോട് ഒരുപക്ഷെ പ്രതികരിച്ചേക്കും. മാനസികാവസ്ഥയല്ല, അദ്ദേഹം വിളിച്ച് നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു. ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നാൽ എനിക്ക് അത്രേ പറയാൻ പറ്റുന്നു. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഈ സിനിമകളുണ്ടല്ലോ ചെയ്തിരുന്ന ആ ഒരു പരിഗണന കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ നിശ്ചയം അവരുടെയാണ്. കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആയിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രിയെയും വിളിച്ച് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ. അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. താങ്ക് യു. ഒരു കാര്യം കൂടി, നമ്മളിപ്പോ സുരേഷ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സിനിമകളുടെ സാഹചര്യമുണ്ട്, അങ്ങനെ ഒരു എന്തായാലും സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെയും തൃശൂരിന്റെയും പ്രതീക്ഷ കാത്തു സൂക്ഷിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം വിമാനത്താവളത്തിലേക്ക്, അതായത് ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത് എന്ന് വ്യക്തമാക്കിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിലേക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തി പ്രവേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ദക്ഷിണേന്ത്യയുടെ മുഖമായി
അദ്ദേഹം മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും എന്ന് തന്നെയാണ് സൂചന. നിർണായകമായ ഒരു പദവി സുരേഷ് ഗോപിയെ കാത്ത് ഇരിക്കുന്നുവെന്ന് വേണം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും ചായ സൽക്കാരത്തിന് പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചതനുസരിച്ചാണ് അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് എത്തി ഇവിടുന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാര്യം